നമ്മുടെ കേരളത്തിലെ പ്രമുഖ രണ്ട് ഹിന്ദു സമുദായങ്ങളുടെ നേതാക്കന്മാര് അവര് ഈ ഒരു അയ്യപ്പ സംഗമത്തിന് വളരെയധികം പിന്തുണ കൊടുക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ലക്ഷ്മിജി, അത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് കൂടുതലായിട്ട് രണ്ട് സമുദായ നേതാക്കന്മാരും ബേജാറാകുന്നില്ല. കാര്യം അവര് ഭാരതത്തിലെ ഒരു ശക്തി അല്ലെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന അവർക്കും അറിയാം. അവര് ബേജാറാകുന്നില്ല. പിന്നെ കേരളത്തിൽ ഒരാൾ ഭരിക്കുമ്പം വളരെ സൗഹൃദ രൂപത്തില് ഒരു പ്രതിസന്ധി ഞങ്ങൾ പെട്ടുപോയി, ഞങ്ങളോടൊപ്പം നിൽക്കണം. അതൊരു ബ്രിഡ്ജാണ്. നമ്മളൊരു പാല വിട്ടാൽ എന്ത് സംഭവിക്കും? അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സഹകരണങ്ങളും പരിഗണനകളും എന്താ പറഞ്ഞ പരസ്പര ഒരു ബഹുമാനമൊക്കെ വരുമ്പം അങ്ങനെ ആണല്ലോ. ഇപ്പം നമ്മളൊരു കടയിൽ ചെന്ന് കുറെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പം കടക്കാരൻ നമുക്കൊരു ഓഫർ തരും. നിങ്ങളൊരു 10,000 രൂപയ്ക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു ഓഫറുണ്ട്, അല്ലെ ക്രിസ്മസിന് ചില ഐറ്റംസിന് വില കുറവില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങളോടൊപ്പം ഒന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ അവര് മനുഷ്യരല്ലേ, അവര് തികഞ്ഞ ഈശ്വരവിശ്വാസികളുമാണ്. ഇദ്ദേഹം രഹസ്യമായിട്ട് അവർ തമ്മിലുള്ള സംഭാഷണത്തില് ഒരു ഐക്യം, അത് നല്ല കാര്യം തന്നെ. കാര്യം നമ്മളെന്താണെന്നറിയോ, ഈ ഭയപ്പെട്ട് നിലവിളിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ അവരെ തള്ളിക്കളയാൻ പാടില്ല. അവരെ ചേർത്ത് നിർത്തണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. കാര്യം ഈ രോഗം വരുമ്പോഴല്ലേ ഡോക്ടർ ആവശ്യത. അല്ല ആരെ വേണ്ടി ഇപ്പം പറഞ്ഞില്ല, CPM ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുക. ഇനി അവർക്ക് നോക്കൂ എന്ന് പറഞ്ഞ് നോക്കാൻ ഒരു രാജ്യമില്ല. കൊറിയ നോക്കാൻ പറയാൻ പറ്റൂ. നമ്മുടെ പഴയ റഷ്യയുടെ പുട്ടിനാണെങ്കിൽ മോഡിയെ വിളിക്കാനേ ഉള്ളൂ സമയം, ഫോൺ താത്തു വെക്കാൻ സമയമില്ല. ഓരോ വിഷയത്തിൽ അദ്ദേഹം മോഡിജിയുടെ ഉപദേശം ചോദിച്ചുകൊണ്ടിരിക്കുക. ചൈനയിൽ അദ്ദേഹവും ഈ ഇന്ത്യയിലേക്ക് എപ്പം വരുമെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് പണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഈ ആദർശ പുരുഷന്മാരൊക്കെ മോഡിയോടൊപ്പം സഹകരിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം അവർക്ക് ഒരു നല്ലൊരു ഇതുണ്ടല്ലോ, ഒരു സാമാന്യ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കഴിവുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് ഈ രാഷ്ട്രീയത്തിൽ തന്ത്രം വേണമല്ലോ. തന്ത്രം ഇച്ചിരി ബുദ്ധി വേണം. ബുദ്ധിമാന്മാരായതുകൊണ്ടാണല്ലോ ഇവരെല്ലാം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. അത് അവർക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ആരാണ്? നമ്മുടെ സമുദായ നേതാക്കന്മാർ. എല്ലാവരും ഭാരതീയരല്ലേ ലക്ഷ്മിജി. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യം ചാനലിലൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ അതിനകത്ത് സന്തോഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവരെ സഹായിക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? പണ്ട് ബ്രിട്ടൻ വ്യക്തത വന്നത് കാരണം ഒരു കാലി പിടിക്കുന്നവരെ അല്ലെങ്കിൽ തീരെ ശരണമില്ലാത്തവർക്ക് അഭയം കൊടുക്കുക എന്നുള്ള ഭാരതീയ സംസ്കാരമായിരിക്കാം അവരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവരെല്ലാം നയിക്കുന്നത് ഭാരതീയ സംസ്കാരവും നമ്മുടെ ഋഷിമാരുടെ പരമ്പരയിൽപ്പെട്ട ദർശനങ്ങളുമാണ് എല്ലാ സമുദായ നേതാക്കന്മാരെ നയിക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പം ക്ഷമിക്കാനുള്ള മനക്കരുത്ത് അവർക്ക് വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവനെ ആ ഒരു വിശാലതയെ കാണുന്നത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ലേ. അപ്പൊ അതേ ഒരു കാര്യം പറയുമ്പം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെ? അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു സഹായങ്ങളാണ്. നമ്മൾ അങ്ങനെ ഇനി ചെയ്യുമല്ലോ. നമ്മൾ അയലത്തെ വഴക്കുണ്ടാക്കിയ ആളാണെങ്കിലും ഒരു ആപത്ത് വരുന്ന ഒരു രോഗം വരുമ്പം ലക്ഷ്മിജി ആണെങ്കിലും അയലത്തെ ഒരാള് എന്തെങ്കിലുമൊക്കെ നമ്മൾ പിണക്കം ഉണ്ടെങ്കിലും ഒരു കഷ്ടത വരുമ്പം നമ്മളെ വിളിച്ച് ഒന്ന് സഹായിക്കണമെന്ന് പറയുമ്പോൾ ലക്ഷ്മിജി പറ്റത്തില്ലെന്ന് പറയുമോ? അത് സ്വാഭാവികമാണ്. അങ്ങനെ കണ്ടാൽ മതി തന്നെ. അതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം എന്നറിയോ, ഭാരതത്തിലെ എല്ലാ പാർട്ടികളും ഭാരതത്തിന്റെ ദർശനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിച്ചുകൊണ്ട്, ഇത് പന്നൻ രവീന്ദ്രൻ പണ്ട് പറഞ്ഞിരുന്നു, ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ആയില്ലെന്നുള്ളതാണ്. അപ്പൊ അത് അവർ ഇന്ന് ഇന്ത്യൻ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും ഭാരതത്തിന്റെ ദർശനങ്ങളൊക്കെ പഠിക്കുകയും അത്ര ആൾക്കാരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നല്ല തലമുറയുടെ ഒരു ആവശ്യതയോടാണല്ലോ. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വരുന്ന മാറ്റങ്ങളാണ്. ഈ വിവേകാനന്ദ സ്വാമി ഒരു പ്രായം വരെ യുക്തിവാദ ചിന്തയിൽ ആകർഷമായിരുന്ന ആളാണല്ലോ. എപ്പോഴും അദ്ദേഹത്തിന്റെ ഗുരുവിനോട്
കലഹിച്ചോണ്ടിരുന്ന ആളാണല്ലോ. അപ്പൊ പിന്നീട് അദ്ദേഹത്തിന് മാറ്റം വന്നു. അങ്ങനെ നമുക്ക് ലോകത്തിന് തന്നെ വിവേകാനന്ദ സ്വാമികളെ ലഭിക്കുന്നു. ഇന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഭാരതത്തിന്റെ ദർശനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരെ ലഭിക്കുന്ന ഒരു കാലയളവും കൂടാണ് ഇനിയും വരാൻ പോകുന്നത്. ഒത്തിരി പേരിൽ മാറ്റമുണ്ട്. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. അവരെ നമ്മൾ ചാനലിൽ പരിരക്ഷിക്കുകയും അതെ, ഈ രണ്ട് സമുദായ നേതാക്കള് വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെ അല്ലാതെ പ്രതികരിക്കാനാവില്ല എന്നാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു അഭയം ചോദിച്ച് ചെല്ലുന്നവരെ വെറുതെ മടക്കി അയക്കാത്ത നമ്മുടെ ഭാരതീയ സംസ്കാരമായിട്ട് തന്നെയാണ് ഞങ്ങളും അതിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ഭാരതത്തിന്റെ ദർശനത്തിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഭയങ്കര ക്ഷമാശീലമാണ്. നമ്മുടെ സമുദായ നേതാക്കന്മാർക്ക് അതിനകത്തൂടൊക്കെ പ്രവർത്തിച്ച് വരണമെങ്കിൽ നല്ല ക്ഷമ വേണം. അപ്പൊ അവർക്ക് ഇവരോടൊക്കെ ഒരു ക്ഷമ കാണിക്കുന്ന നിസ്സാരപ്പെട്ട കാര്യമാണ്. അപ്പൊ ഒരു കണക്കിന് ഒരു രക്ഷ കൊടുക്കുക. നമ്മള് ഈ എന്താ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറില് നമ്മുടെ പട്ടാളക്കാര് പാകിസ്ഥാനിലെ ജനങ്ങളെ മുഴുവൻ കൊല്ലുക എന്നുള്ള വൈരാഗ്യത്തിലല്ല പോയി. നമുക്ക് വിനാശകരമായ വിപത്ത് ഏത് ഭാഗത്തു നിന്നാ വരുന്നത്, ആ ഭാഗത്തെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ക്യാൻസർ, ആ ഭാഗത്തെ അങ്ങ് നിർവീര്യമാക്കി മതിയല്ലോ. അപ്പൊ പിന്നെ ബാക്കി ഭാഗത്തേക്ക് വ്യാപിക്കത്തില്ല. അതുകൊണ്ട് CPM ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് കുറെ കാലം കൂടെ അവർക്ക് നിലനിൽക്കാൻ പറ്റും. അല്ലെ ഈ അകാല ചർമ്മം പ്രാപിക്കും എന്നൊക്കെ പറയത്തില്ല, ഇന്ന് പറഞ്ഞാലും സംഭവിച്ചു പോയത്. അപ്പൊ അവർക്ക് കുറച്ചു കാലം കൂടെ നിലനിൽക്കാൻ പറ്റും. സത്യത്തിൽ ഈ പിന്തുണ കാണുമ്പോ മാപ്പ് നൽകൂ മഹാനിധി എന്നുള്ള ആ പാട്ട് പോലെ അവരുടെ മുമ്പിൽ ആരൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ, അല്ലേ? എനിക്ക് പറയാനുള്ളത്, ലക്ഷ്മിജിയെ പോലെ ആൾക്കാർ ഈ പാട്ടൊക്കെ പാടി അവരെ കൂടുതൽ സങ്കടപ്പെടുത്തരുത്. കാര്യം അവർക്ക് കരയാൻ കണ്ണീരില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ അവർ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ദുഃഖിച്ച് നിൽക്കുന്ന വ്യക്തികളെ പിന്നെ കൂടുതൽ നമ്മൾ ദുഃഖിപ്പിക്കല്ലേ. അത് അങ്ങനെ എന്താ പറഞ്ഞ ഒരു ദയ അവരോട് കാണിക്കണം നമ്മള്. കാര്യം നമ്മള് ബുദ്ധദർശനമൊക്കെ പഠിക്കുന്ന ആൾക്കാരാ, ദയാപരമായി കാര്യങ്ങളെ കാണണമെന്ന് പഠിക്കുന്ന ആൾക്കാരാ. മഹാത്മാഗാന്ധി ഒക്കെ ഉള്ള രാജ്യത്തെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാരാ. നമ്മളപ്പോ തീർച്ചയായിട്ടും കരുണ കാണിക്കണം. നമ്മള് അനുകമ്പ ദശകം ഓർക്കണമെന്നാണ് അങ്ങ് പറയുന്നത്, അല്ലേ ഗുരുദേവൻ? തീർച്ചയായിട്ടും ഗുരുവിന്റെ ദർശനം അറിയുന്ന ആൾക്കാര് തീർച്ചയായിട്ടും ഇവരോട് സഹാനുഭൂതി കാണിക്കണം. തീർച്ചയായിട്ടും ഇവരോട് അനുകമ്പ കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പോ രണ്ട് സമുദായ നേതാക്കൾ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നേരിടുന്നത്. അവരോട് ഇപ്പം ഒരു നല്ല മനോഭാവമാണ് എനിക്കിത് കേട്ടപ്പോ തോന്നുന്നത്. കാരണം നമ്മളും ക്ഷമ കാണിക്കണം, ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ആട്ടി അകറ്റണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് അങ്ങ് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവര് തകർക്കുമെന്ന് പറയുന്ന ദർശനങ്ങളൊന്നും അവർക്ക് തകർക്കാൻ കഴിയത്തില്ലെന്ന് അവർക്ക് നിലവിൽ അറിയാം. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഭാരതം ലോകത്തിന്റെ ഒന്നാം നിരയിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു കാലഘട്ടം. അവര് തകർക്കാൻ നടക്കും തോറും അവര് തകരുകയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അവര് തകരുമല്ലെന്ന് ഈ പറഞ്ഞില്ലേ, ഈ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മള് സന്ധ്യാസമയത്ത് ഈ നദി കാണിക്കുമ്പം കുഞ്ഞുങ്ങള് കരയും, അമ്മയും അച്ഛനെയും പിടിച്ച് കരയും. കാര്യം കുട്ടികൾ നോക്കുമ്പോ ഈ നദിക്കകത്ത് അമ്പിളിയമ്മാവൻ കിടക്കുന്ന പോലെ കാണുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഒക്കെ വളരുമ്പോഴാണ് ഇതിന്റെ സയൻസിന്റെ ആ കൃത്യത മനസ്സിലാകുന്നത്. അപ്പൊ നമ്മള് ലോകത്ത് അസമത്വങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ മാറ്റങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സോഷ്യലിസ്റ്റ് ചേരി ഉണ്ടാകുകയും അങ്ങനെ ഭാരതം ഒരു റഷ്യ പോലെ ചൈന പോലെ അതിന് ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഭാരതത്തെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് മാറുമെന്നൊക്കെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ വഴക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ വഴക്ക് പറയുന്നത് ശരിയല്ല. പക്ഷെ ഇത് റഷ്യ അല്ലല്ലോ, ഇത് ഭാരതമാണ്.
അപ്പൊ ഇവിടുത്തെ ദർശനങ്ങൾക്കും ഇവിടുത്തെ ഭൗതിക ശേഷിക്കൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിനെ അവർക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, പക്ഷെ ഭാരതം ലോകത്തിന് നൽകിയത് വിജ്ഞാനമാണല്ലോ. നമ്മൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ജ്ഞാനമാണ്. ജ്ഞാനത്തിന്റെ ഉദയം ഉണ്ടായത് ഭാരതത്തിലാണ്. അപ്പൊ അതിനെ ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒരു പ്രദേശത്തെ ഇല്ലാതാക്കിക്കൊണ്ടോ ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഏതൊരാൾക്ക് വീട് പണിയണമെങ്കിലും അയക്ക് മണ്ണിലല്ലേ പണിയാൻ പറ്റൂ. മണ്ണ് വേണ്ടേ, ഭൂമി വേണ്ടേ? അപ്പൊ ഈ ദർശനങ്ങള് ആകർഷമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. വീണ്ടും അവര് വിചാരിച്ച പോലെ ദുർബലമായി പോവല്ലേ ചെയ്തേ. നല്ല ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റുകൾ അവസാന സമയത്ത് ഇങ്ങനൊന്നും വരണ്ടായിരുന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കഴിഞ്ഞു പോയത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ പ്രസ്ഥാനങ്ങളിൽ തന്നെ അവർ സ്ത്രീധനത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്, ജാതി മത സങ്കുചിതമായ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 10,000 പേരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്തവരാണ്. അല്ല, CPM നേതാക്കന്മാരൊക്കെ ഒരാൾ ഡോക്ടറായി കഴിഞ്ഞാൽ ആ ഡോക്ടറായ ഒരു പാർട്ടി പ്രവർത്തകരുടെ മകളെ ആയിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാരണം? ദരിദ്രരായ തൊഴിലാളി കുട്ടനാട്ടിൽ, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട് കാവലോ, അപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു CPM കുടുംബത്തിലെ ഡോക്ടർ ഫാമിലി വന്ന് ഞങ്ങളുടെ കുട്ടനാട്ടിലെ ഒരു കർഷക തൊഴിലാളിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. കുട്ടനാട് വീട് കണ്ണൂരിലെ ആണെങ്കിൽ ഒരു കർഷക, അല്ലെ അവിടെ പണ്ട് ദിനേശ് പിടിയൊക്കെ തീർക്കുന്ന കുടുംബത്തിലെ ഒരാളുടെ മകളെ വന്നു ഒരു ഡോക്ടർ വിവാഹം കഴിച്ചൊരു കഥ നമ്മൾ റഷ്യൻ നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിലില്ല. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് സാംസ്കാരികപരമായും സാമ്പത്തികപരമായും അഭിവൃദ്ധിയാണ്. അത് ഇല്ലാത്ത ആൾക്കാർ അത് ഉള്ളവരെ കാണുമ്പോൾ ഒരു അസൂയ വരും. ഈ ഗൾഫുകാരനൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ല, അവന്റെ പത്രോസ് കണ്ടോ ആൾക്കാർ ചോദിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കുറെ ആൾക്കാർ ഇതിലേക്ക് ആകർഷമാക്കിയിരുന്നു. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, റഷ്യയില് സംഭവിച്ചതുപോലെ, ചൈനയെ സംഭവിച്ചതുപോലെ, ക്യൂബയെ സംഭവിച്ചതുപോലെ എന്തുകൊണ്ട് ഇന്ത്യയെ സംഭവിച്ചു കൂടാ എന്ന് ചിന്തിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ മനസ്സിലായി ഒരു കുന്തവും സംഭവിക്കത്തില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വിപ്ലവത്തെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വിപ്ലവം മാറി നിൽക്കി. ഇപ്പം CPM സമ്മേളനം നടക്കുമ്പം അവരുടെ ഈ പ്രോഗ്രാം നടക്കുന്ന വേദിയിൽ മാത്രമാണ് മാർക്സും എംഗൽസും ഫിഡൽ കാസ്ട്രോയും EMS വരെ ഉള്ളത്. മറ്റേത് അവിടെയൊക്കെ ഈ ചിത്രം വയ്ക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചിത്രം വയ്ക്കുന്ന ഈ ചിത്രം വയ്ക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇല്ല. എന്താ കാര്യം? ആവശ്യക്കാരില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ ഹിന്ദുത്വവാദികളെക്കാളും കൂടുതൽ ബുദ്ധിമാന്മാരാണ് കമ്മ്യൂണിസ്റ്റുകൾ. അവർ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാര്യത്തെ എങ്ങനെ അവർക്ക് കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. ബുദ്ധിപരമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം. അതവർ ചെയ്യും. ഇപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പം ബുദ്ധിപരമായിട്ടാണെങ്കിൽ പോലും അവര് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മളില്ല, അവര് ചെയ്യുന്നതിനൊന്നും എതിര് പറയുകയല്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നമ്മൾ ഒരു 50 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും, കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക്, കല്ലും മുള്ളും കാലിക്കും എത്താം എന്ന് പറയുന്ന ഒരു ശരണം വിളി കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. വിനോജി സമ്മതിക്കുന്ന കാര്യമില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഇനി ആരെങ്കിലും എഴുതി കൊടുത്താൽ പോലും എന്തുദ്ദേശത്തിലാണ് ഈ കാലിക്കുത്ത എന്ന് ഈ സംഗമ വേദിയിൽ നിന്ന് വിളിച്ചത്? എനിക്ക് അതിന്റെ മനഃപൂർവ്വം ഞങ്ങൾ ശരണം വിളിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ, അതോ ഒരബദ്ധമാവാൻ വഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം? അതെന്താണെന്നറിയോ, അത് സംഭവിക്കുന്നറിയോ, നമ്മളെ എത്രയൊക്കെ പഠിച്ച ആളാണെങ്കിലും ഒരു ഭയപ്പാട് നമ്മളെ ഗ്രസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിഴവ് സംഭവിക്കും. അപ്പം ഞാൻ അറിയാതെ ഈശ്വരനിലേക്ക് ആകർഷിക്കപ്പെട്ടു പോയി, ഈ സത്യം എനിക്ക് സമൂഹത്തോട് തുറന്നു പറയണം എന്നൊരവസ്ഥ വരുക. ആ ഒരു ഗതികേടുണ്ടല്ലോ, ആ ഗതികേടിലെ നാക്ക് പിഴവ് സംഭവിക്കും. അങ്ങനെ കണ്ടാ മതി. ഞാൻ പറഞ്ഞില്ല, അവർക്ക് ആശങ്കയുണ്ട്. കാര്യം എന്തെന്നറിയോ, ഇന്നലെ വരെ അവർ പഠിപ്പിച്ച കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും 2 വർഷം മുമ്പ് സ്ത്രീകളെ കൊണ്ട്
അവിടെ ശബരിമല ഞങ്ങൾ പുരോഗമനം വരുത്തുമെന്ന് പറഞ്ഞ ആൾക്കാരാ. പക്ഷെ ജനങ്ങള് പുരോഗമനം പരമായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാർലമെന്റിൽ ഇല്ല, ആകെ 1-2 പേരേ ഉള്ളു അവിടെ, ഇരിക്കാൻ ആരുമില്ല. അപ്പൊ ഒരാള് കൊടി കെട്ടാൻ പോയാൽ ടയർ കത്തിച്ച് പ്രകടനം നടത്താൻ ആളില്ല. ഒരാൾക്ക് വയറ്റിളക്കം പിടിച്ച് അന്ന് അവധിയാണെങ്കിൽ പാർലമെന്റ് പ്രതിഷേധിക്കാൻ ആളില്ല. അതാണ് അവസ്ഥ. അപ്പം അത്തരം ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ അവരോട് സഹാനുഭൂതി കാണിക്കണം. എനിക്ക് നമ്മുടെ ഹിന്ദു നേതാക്കന്മാരോട് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങള് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചെന്നിട്ട് നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഇപ്പൊ ഒരു നാടകം വരുമല്ലോ, നാടകം 2 മണിക്കൂർ വേണം. അപ്പൊ അതിനകത്ത് കഥയും കഥാപാത്രമൊക്കെ വന്ന് അവസാനമായിരിക്കും അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വരുന്നത്. ആദ്യമേ ക്ലൈമാക്സ് നടത്തിയ പിന്നെ 2 മണിക്കൂർ ആരെങ്കിലും ഇരിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങള് ക്ഷേത്ര വിശ്വാസത്തിനെതിരല്ല, അയ്യപ്പനെതിരല്ല, ഞങ്ങളുടെ മക്കളെ നാളെ പൂജാരിയാക്കാമെങ്കിൽ ഞങ്ങളത് പഠിപ്പിക്കും എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവര് കൺവെർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ വലിയൊരു കൺവെർഷൻ ഉണ്ടാകുന്നത് ഇപ്പോഴുണ്ടല്ലോ CPM അണികളുടെ ഇടയിലാണ്. അല്ലാതെ മറ്റു മതസ്ഥരെ ഹിന്ദുക്കളെ പരിവർത്തനം ചെയ്യുന്നിടത്തല്ല. ഏറ്റവും കൂടുതൽ കൺവെർഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹാക്കളുടെ ഇടയിലാണ്. അപ്പൊ അത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അകൽച്ച, അതില്ലാണ്ടായി. ഇപ്പൊ അവര് നല്ല വിശ്വാസമൊക്കെ ഉള്ള വീട്ടിലെ മക്കളെയാണ് ഈ സഹാക്കന്മാരുടെ മക്കളെ കല്യാണം ആലോചിക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? അല്ല തല്ലിപ്പിരിഞ്ഞു പോകും, അല്ല മക്കള് മയക്കുമരുന്നിനും കള്ളക്കടത്തിനും ഒക്കെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോകും. എല്ലാ സഹാക്കന്മാരാണെങ്കിലും അവരുടെ ഉള്ളിലൊരു ഭർത്താവുണ്ടല്ലോ, ഒരു അച്ഛനുണ്ടല്ലോ, ഒരു മുത്തച്ഛനുണ്ടല്ലോ. ഇതൊക്കെ മനുഷ്യന്റെ ഒരു മനോമണ്ഡലത്തിലല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇപ്പോഴാണ് ഈ മനുഷ്യനാവണം എന്നുള്ള പാട്ട് ഇപ്പൊ അയ്യപ്പ സംഗമത്തിലാണ് നമ്മൾ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലക്ഷ്മിജി വീണ്ടും ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ചങ്കിൽ കുത്തരുത്. അവര് പണ്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും വെച്ചോണ്ട് അവരെ വേട്ടയാടല്. കാര്യം എന്നറിയോ? ഈ ഒത്തിരി ആൾക്കാർ അറ്റാക്ക് വന്ന് തന്നെ മരിച്ചു. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത്. അവര് ഇങ്ങോട്ട് വരുമല്ലേ, വരുമ്പോ നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോ അങ്ങനെ നമ്മുടെ അയലത്ത് ശത്രുത കാണിച്ച് പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനിയിപ്പോ അയ്യപ്പനെ അറിയാമോ എന്ന് പാടുന്ന ഒരു അവസ്ഥയിലോട്ട് വരികയാണ് അവര്, അല്ലേ? അല്ല, പുഷ്പന് നല്ല ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു, തെറ്റായി പോയിരുന്നു. കാര്യം നമ്മുടെ കിണറ്റിൽ വെള്ളം കോരാൻ വേണ്ടി MP രാഘവന്റെ മകൻ LDFന്റെ തൊട്ടിയായിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാ. അപ്പൊ അതൊക്കെ സഹാക്കളും അത്ര ആൾക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞവര്, അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു പുഷ്പൻ ജനിക്കത്തില്ല. ചെയ്തൊക്കെ തെറ്റിപ്പോയി. കാര്യം ചന്ദ്രശേഖരന്റെ വൈഫ് നേരെ മുമ്പിലിരിക്കുമല്ലേ നിയമസഭയില്. അക്രമത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ പറയുമ്പം KK രമ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിയാ മതി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അവസ്ഥ ദയനീയമാ ലക്ഷ്മിജി. നമ്മുടെ CPM സഹാക്കന്മാരുടെ വിനോജിക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ എന്താണ് മനസ്സിലാക്കിയത്. ഇത്രയും സഹാനുഭൂതിയോടുകൂടി ഒരു വലിയൊരു സംഘടനയുടെ അമരക്കാരന് വേണ്ട ഏറ്റവും വലിയ യോഗ്യത ക്ഷമയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഗുണം ക്ഷമയാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ടാണ് മാറി വരുന്ന അല്ലെങ്കിൽ വലിയൊരു പരിവർത്തനം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരെ അങ്ങ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ സഹപ്രവർത്തകരല്ലേ അവരുടെ ആ ദയനീയ അവസ്ഥ, നമ്മുടെ സഹപ്രവർത്തകരല്ലേ. അപ്പൊ അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി നമ്മൾ മുമ്പേ മാറി, അവര് പുറകെ മാറിയെന്നേ ഉള്ളൂ. ഇതിൽ വ്യത്യാസം. ഞങ്ങൾക്ക് മുമ്പ് പലരും ഫിലിപ്പം പ്രസാദും അങ്ങനെയുള്ളവർ മാറിയായിരുന്നു. വലിയ വിപ്ലവമുള്ള ആൾക്കാർ പണ്ടേ മാറി. സായി ഭക്തരായ ആൾക്കാരൊക്കെ അതെ അതെ. ഞാൻ പറഞ്ഞില്ല, പുട്ടിൻ മാറി. നമ്മുടെ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുട്ടിൻ മാറി. അദ്ദേഹം മോഡിജിയുടെ ഒരു ആരാധകനാണ്. പിന്നെ ആരാധകനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. മോഡിയൊക്കെ ചെന്നപ്പോ എന്തോ ബഹുമാനമാണ്, മറ്റാർക്കും കൊടുക്കാത്ത ഒരു
ഇത്രയൊക്കെ അവർ ചെയ്യുന്നില്ലേ ലക്ഷ്മിജി? അവരുടെ ആ ഒരു വിശാലത എന്താ മനസ്സിലാകത്തെ? അപ്പൊ അതുകൊണ്ട് അവർക്ക് പോകാൻ വേറെ ഇടമില്ലല്ലോ. മനസ്സിലായി? അവർക്കിപ്പം ചൈനയില്ല, കൊറിയ ഇല്ല, അല്ലെ, ക്യൂബ ഇല്ല, ചൈനയിലൊന്നും കൊറിയൊന്നും അല്ലെന്ന്. ഇപ്പൊ ത്രിപുര നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് മക്കയിലേക്ക് പോയി ഇങ്ങനെ പ്രായച്ചിത്തം ചെയ്യാൻ പറ്റുമോ? ഇസ്രയേലിൽ പോകാൻ പറ്റുമോ? ഇപ്പാണ് അവിടെ ഉള്ളവർക്ക് പോലും അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പം ഭാരതത്തിൽ കുറെ സമാധാനപ്രിയരായ ആൾക്കാർ, പ്രത്യേകിച്ച് ശബരിമല എന്ന് പറഞ്ഞ സമാധാനത്തിന് വേണ്ടി ആൾക്കാർ എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ തൊട്ടയലത്ത് അവർക്ക് ഇങ്ങനെയൊക്കെ വന്ന് ആ മണ്ണിലൊക്കെ ചവിട്ടി നിന്ന് പിന്നെ വിളിച്ചപ്പോ അറിയാതെ ആ ഒരു പഴയ പ്രാക്ടീസ് കൊണ്ട് അങ്ങ് സംഭവിച്ചു പോയതാ. അത് മാറും. ഒരു 2 പ്രാവശ്യം റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കേൾക്കാൻ വയ്യ, മൂട്ടായി പോയി, സൗണ്ട് മൂട്ടായി, ലക്ഷ്മിയുടെ സൗണ്ട് മൂട്ടായി. അല്ല വിനോജി, ഇന്ന് ദേവസ്വം പ്രസിഡന്റിന്റെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. അറിയാതെ കൈപൊക്കി പോയതാണ്, മുഷ്ടി ചുരുട്ടി പോയതാണ് എന്ന്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞ് ഇത്ര വേഗം തിരുത്തുന്ന ചരിത്ര പ്രസിദ്ധമായ തെറ്റ് തിരുത്തൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടെ ഇപ്പൊ. പണ്ട് തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞാൽ 5 വർഷം, 10 വർഷം, 20 വർഷം ഒക്കെ വേണമായിരുന്നു. അല്ലെ ഒരു പാർട്ടി കോൺഗ്രസ്, പാർട്ടി പ്ലീനോ ഒക്കെ വേണമായിരുന്നു. ഇപ്പൊ അതൊന്നുമല്ല, പിറ്റേ ദിവസമാണ് തെറ്റ് തിരുത്തുന്നത്. അത്ര ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ പ്രസ്ഥാനത്തിനകത്ത് ഇപ്പൊ. സത്യത്തില് ഞെട്ടിപ്പോയി. കാരണം ഇവര് സാധാരണ മാപ്പ് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്, അറിയാതെ സംഭവിച്ചു പോയതാണ് എന്നാണ് ദേവസ്വം പ്രസിഡന്റിന് മാപ്പ് വന്നിരിക്കുന്നത്. അതെന്താണെന്നറിയോ? ഈ ജനങ്ങൾ മൊത്തത്തിൽ ഇപ്പൊ മാപ്പ് പറഞ്ഞു തുടങ്ങിയിരിക്കുക. അപ്പം പരിപൂർണമായും ജനങ്ങൾ മാപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞാല് ഇവർക്ക് ഇരിക്കാൻ പിന്നെ ഇടമില്ലാതെ വരും. തിരുവനന്തപുരം നിയമസഭയൊക്കെ പുറത്തു നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതായത് ത്രിപുരയും ബംഗാളും പോലെ പോകാതിരിക്കാനാണ് ഇപ്പോ ഈ മാപ്പ് ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെ? ലക്ഷ്മിജി, നമ്മുടെ പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു, അനിസ്പ്രേ. ഇല്ലേ, തരി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഇത് യഥാർത്ഥത്തില് ഈ കക്ഷികളുടെ ബംഗാളിന്റെയും ത്രിപുരയിലെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ പ്രിക്കോഷൻസ് എടുക്കും. അതായത് കനൽ ഒരു തരിയില്ലാതെ ആവും, അല്ലെ? കനൽ ഒരു തരിയില്ലാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇല്ല, തരി എന്ന് പറയുമ്പോഴേ ഒരു തരി ഉണ്ടല്ലോ, അതുപോലെ ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത് അവര് ചിന്തറിയാം. അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞിട്ടില്ല, ബുദ്ധിമാന്മാരാണ്, നല്ല ഈ ദീർഘവീക്ഷണം ഒക്കെ ഉള്ള ആൾക്കാരാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാം അവർക്ക്. കാര്യം ഇനിയും ഭാരതം ഒരു 50 വർഷത്തേക്ക് ഒരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെ പോകത്തുള്ളൂ. അവരുടെ വലിയൊരു യുവ തുർക്കിയായിരുന്നല്ലോ നമ്മുടെ ഡൽഹിയിലെ കേജ്രിവാൾ. അദ്ദേഹം ഇവിടെ ഉണ്ടംപൊരിയും ചപ്പാത്തിയായി കഴിക്കേണ്ട അവസ്ഥ വന്നു കിടന്നിട്ട്. അത് പുറത്ത് നിൽക്കുക, അല്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല, ഞാൻ മുഖ്യമന്ത്രിയാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഡൽഹിയിലെ 2 പോലീസുകാർ വന്നിട്ട് ബാ എഴുന്നേക്ക് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോകുന്ന നമ്മൾ കണ്ടു ടി വിക്കകത്തൂടെ. അപ്പൊ അതാണ് സാഹചര്യങ്ങൾ, മനസ്സിലായോ? സാഹചര്യങ്ങൾ അതാണ് വിനോജി പറയുന്ന ഇത്രയും ദീർഘവീക്ഷണം ഉള്ളവരാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരവരുടെ എന്താ പറഞ്ഞ സംഘടനയെ രക്ഷിക്കുക എന്നുള്ളത് ഏതൊരാളിന്റെ ഒരു കടമയാണല്ലോ, സംഘടനാ സംവിധാനത്തെ. അപ്പൊ തീർച്ചയായിട്ടും ഉറപ്പാണ് അടുത്ത പാർട്ടി സമ്മേളനങ്ങളിൽ ഒരു അയ്യപ്പ പ്രതിഷ്ഠയും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ പല ക്ഷേത്രങ്ങളുടെയും കാര്യകർത്താക്കന്മാര്, ചുമതലക്കാര് നമ്മുടെ പല സഹാക്കൾ തന്നെ, DYFക്കാരൊക്കെയാണ്. ചുവപ്പിടത്തിൽ കാവ്യ മുണ്ടുമൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട് നിൽക്കുന്നവർ, വലിയ ഭക്തിയൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ഇങ്ങനെ ഉള്ളിലുണ്ട്. അവർ അല്ല, അവരുടെ എന്താണെന്നറിയാം, അതിനകത്ത് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭാര്യമാർക്കും മക്കൾക്കും പരിപൂർണ്ണ സ്വാതന്ത്ര്യം, അമ്പലത്തിൽ പോകാനും വഴിപാട് നടത്താനും എല്ലാം. പക്ഷെ ഞങ്ങള് അങ്ങനെ ഡയറക്റ്റ് വരത്തില്ല, ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഉള്ള കാര്യം ഞങ്ങൾക്കൂടെ പേരിൽ കൂടെ നിങ്ങൾ വഴിപാടും അർച്ചനയൊക്കെ നടത്തണം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല. ഒരു ഇതുണ്ടല്ലോ, സംവിധാനം ഉണ്ടല്ലോ. അപ്പോഴും നമുക്ക് ഫാമിലി ആണ്. ഇപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മയാണല്ലോ, അല്ല എൻ്റെ വൈഫാണല്ലോ. നമ്മൾ വളരണം, നമ്മൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കും. അത് മതിയല്ലോ നമ്മൾ അഭിവൃദ്ധിപ്പെടാൻ. അപ്പം നമ്മളൊക്കെ പലരും താമസിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ വെച്ച വീട്ടിലല്ലേ. അവര് വിദ്യാഭ്യാസം തന്നുകൊണ്ടല്ലേ നമ്മളിന്ന് ഒരു നിലയിലെത്തിയേ.
അപ്പം അവർക്ക് വേണ്ടി ചില അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെ. ഒരുപക്ഷെ ഈ ശബരിമലയിലൊക്കെ പോയ ആൾക്കാരെക്കാളും വലിയ ഭക്തിയിൽ അവർ കാര്യങ്ങൾ ചെയ്യുന്നു, ഉപവാസം എടുക്കുക, അങ്ങനെ എനിക്കറിയാവുന്ന ചിലരുണ്ട്. ഈ CPM-നകത്താണ് ഇച്ചിരി കടുംപെട്ടുള്ളത്. CPI-ക്കകത്ത് പിന്നെ അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഇപ്പം നല്ല കരകളഞ്ഞ വിശ്വാസികളാണ് അവർ, പാവങ്ങളാ കേട്ടോ. അവർ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു MP-യോ അതുകൊണ്ട് 10-14 MLA ഒക്കെ ഉള്ളവർ. 24-ലെങ്ങാണ്ട് രൂപം കൊണ്ടാണ്. ആ സമയത്താണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് രൂപീകൃതമാകുന്നത്. 24-ല് ഏകദേശം ഓരോ കാലയളവാന്ന് തോന്നുന്നു. ഇപ്പം രാഷ്ട്രീയ സ്വയം സംഘിന്റെ 100ാം വാർഷികത്തില് അവര് ലോകത്തെ 1ാം നമ്പറിലേക്ക് ഭാരതത്തെ ഉയർത്തി. ഒരു സന്യാസി, ലോകത്ത് ഒരു സന്യാസി, ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഭരിക്കുക യോഗി ആദിത്യനാഥ്. അല്ല, ആലോചിച്ച് നോക്കാം. ആ സന്യാസി ഇത് പറയുമ്പോ അല്ല വിനോജി, ഇത് പറയുമ്പോ എനിക്കൊരു സംശയം, ഇവരിനി സന്യാസത്തിലേക്ക് വല്ലതും പോവോ? ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ആ സമയത്ത് ഡ്രോ തുറന്നൊരു പേപ്പർ എടുത്ത് എഴുതി കന്നരെ കൊടുത്തു, ആദിത്യനാഥ് എന്താണ് ആശംസ. കാരണം അദ്ദേഹത്തിന് ഇച്ചിരി ഹൃദയവിശാലതയുണ്ട്. അത് നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി വളരെ ആവേശത്തിൽ വായിച്ചു കണ്ടില്ലേ, അവർക്ക് പ്രതീക്ഷയുണ്ടെന്ന്. എല്ലാവരും നിങ്ങൾ കേരളത്തിലെ ചില ആൾക്കാരെ പോലല്ല, കേരളത്തിന് പുറത്ത് ഹൃദയവിശാലതയുള്ളവരുണ്ട്. ആദിത്യനാഥ് അദ്ദേഹം ചെയ്യുമെന്ന് അങ്ങനെ ലക്ഷ്മിജി പ്രതീക്ഷിച്ചാണോ? അല്ല, അതൊരു സന്യാസിയാണ്. വിനോജി, അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ, ഒരു മറുപടി എഴുതുക എന്നുള്ളത്. അതല്ലേ യോഗി ആദിത്യനാഥ് ജി ചെയ്തോളൂ. പക്ഷെ അവരിത് ഇത്ര മനോഹരമായിട്ട്, ഇവർക്ക് ഇത് ഇത്ര വിലപ്പെട്ടതാണ് എന്ന് ഇവര് വായിച്ചപ്പോഴാണ് അറിയുന്നത്. കാരണം ഇവർക്ക് അയോധ്യയോടും അയോധ്യയിൽ പോയവരോടും അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠയില് അതിനു വേണ്ടിയിട്ട് ഒരു വരി പാടിയ നമ്മുടെ കേരളത്തിന്റെ വാനമ്പാടിയെ പോലും എതിർത്തവരാണ്. അവരാണിപ്പോ യോഗി ആദിത്യനാഥ് ജിയുടെ ആശംസ വായിച്ച് പുളകം കൊള്ളുന്നത്. അത് മനസ്സിലാകുന്നില്ല. ലക്ഷ്മിജി ഇങ്ങനെ പറയുമ്പോഴേ, ഞാൻ ഒരു സ്പൂൺ വെള്ളം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിജിക്ക് എന്താ തോന്നും? ഒന്നും തോന്നത്തില്ല. പക്ഷെ മരിക്കാൻ കിടക്കുന്ന ആളിന്റെ വായിലോട്ട് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ വെള്ളത്തിന് വലിയ വാല്യൂ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു പ്രസ്ഥാനം അതിന്റെ അന്തിക ദശകത്തിലേക്ക് നടന്നെടുക്കുമ്പം അവർക്ക് നിലനിൽക്കാൻ വേണ്ടി അവര് സമീപിക്കുമ്പം ഈ കണ്ണിച്ചോരയില്ലാത്തവരല്ലല്ലോ. മനസ്സിലായോ? അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ല, അതിന് ആ ഒരു വിശാലത അങ്ങനെ. അദ്ദേഹം സന്യാസി കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെയധികം സഹാനുഭൂതിയും സ്നേഹമൊക്കെ ഉള്ളതാണ്. അതാണ് എനിക്ക് ഇപ്പോഴാണ് വ്യക്തമായത്. കാരണം ഈ ആശംസ ഇവര് എടുത്ത് പൊക്കിയത് എന്തുകൊണ്ടാണ്? കാരണം ഒരു വെറും മറുപടിയാണ് വന്നിരിക്കുന്നത്. ഇവര് ഒരാളെ ക്ഷണിക്കുമ്പോ ഓഫീസിൽ നിന്നൊരു, അത് യോഗിജി അറിഞ്ഞു പോലും കാണത്തില്ല, അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ളവരെ അയച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ അതിനെ ഇവർ ഇത്ര മഹത്തായിട്ട് ആ ആശംസ വായിച്ചപ്പോ ഞാൻ അന്തം വിട്ടുപോയി, സത്യം പറഞ്ഞു. അല്ല, ലക്ഷ്മിജി അങ്ങനെ അന്തം വിടണ്ട. ആദിത്യനാഥിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു കത്തി എന്നാൽ, പ്രത്യേകിച്ച് മറ്റൊരു മുഖ്യമന്ത്രി കത്തി അയച്ചാൽ അദ്ദേഹം അറിയാതെ അവിടെ നിനക്ക് ഒരു പേപ്പറല്ല, അതിന്റെ ഒരു മഷി പോലും ചലിക്കത്തില്ല. അപ്പൊ മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഈ ഭഗവാൻ രാവണന്റെ മുമ്പിലും ശിവൻ പ്രത്യക്ഷപ്പെട്ടേ വരം കൊടുത്തായിരുന്നു. അസുരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തില്ലേ? ഇതൊക്കെ നമ്മൾ പഠിക്കുമല്ലേ. അപ്പം എപ്പോഴും അങ്ങനെയാണ്. ഈ രാവണന് മോക്ഷം കൊടുക്കുകയോ ചെയ്തത് ശ്രീരാമചന്ദ്രൻ. അപ്പം നമ്മളങ്ങനെ കണ്ടാൽ മതി. നമ്മളെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിരുന്ന പല സഹോദരന്മാരും നമ്മുടെ ഭാരതത്തിന്റെ ദർശനത്തെയും ഭാരതത്തിന്റെ ആ ഒരു വളർച്ച, ഉയർച്ച, സൈനികപരമായ ശേഷി, സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഒരു 50 കൊല്ലം കൊണ്ടല്ല സംഭവിച്ചത്. ഇതൊരു 11 വർഷം കൊണ്ട് സംഭവിച്ച. യോഗിജിയുടെ ആശംസ എന്ന് പറയുന്നത് മരണശയ്യയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ ഗംഗാജലമായിരുന്നു ആ ആശംസ, അല്ലേ? അങ്ങനെ വേണം നമ്മൾ അതിനെ കാണാൻ. അല്ല, തീർച്ചയായിട്ടും അവര് അത് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചരിത്രമാണത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അവസാന നാളിൽ കിട്ടിയ ഒരു ആശീർവാദം പോലെ അതിനെ സൂക്ഷിച്ചു വെക്കാനും പുതിയ തലമുറയ്ക്ക് ഇത് പഠിപ്പിക്കാനും ഇടയുണ്ട്. തീർച്ചയായിട്ടും ഇവർ ഇനിയിപ്പോ സന്യാസ മാർഗത്തിലേക്ക് തിരിയുമോ എന്നുള്ളത് എനിക്ക് വളരെയധികം സംശയമുണ്ട്. അങ്ങനെയെങ്കിലും
ജനങ്ങൾ അവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും സന്യാസത്തിലേക്കും തിരിയാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ലക്ഷ്മിജി ഇതുവരെയും കേരളത്തിലെ കാര്യങ്ങൾ അറിയുന്നില്ലെന്നുള്ളതാണ്. ഈ നമ്മുടെ നാട്ടിലെ സന്യാസിമാരുമായിട്ട് നല്ല അടുപ്പം ഉള്ളത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരാണ്. ഉത്തരേന്ത്യയിലെ പലരും എനിക്കറിയാം. നമ്മൾ പരിചയപ്പെട്ട് ഞാനും പണ്ടൊക്കെ ഇടതുപക്ഷത്തിലൊക്കെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ അന്നേരം കൈ കൊടുത്തിട്ട് പറയും, ഞാൻ പണ്ട് സംഘടനാപരമായ സംഘടന നയിച്ച ആളാണ്. നാട്ടിൽ നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ നാടിൽ നിന്ന് പോർന്നു കഴിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ അറിയുന്നത്. അപ്പൊ ചെയ്ത തെറ്റുകളോടൊക്കെ പ്രായശ്ചിത്വം വേണം. അങ്ങനെ പാവപരിഹാരത്തിനായി ഒരു തീർത്ഥാടകരായി പിന്നീട് ഈ ഭാഗത്ത് വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര ഒരു പ്രോസസ്സിന് ആന്തരികമായി പരിവർത്തനത്തിലാണ് അവര്. അപ്പം പറഞ്ഞില്ലേ, ഈ മഴ പെയ്യുമ്പോ ചിലര് ധീരതയൊക്കെ കാണിച്ചോണ്ട് നടന്നു പോകും, ചിലര് കുട പിടിച്ചു പോകും. ഈ ധീരത പിടിച്ചു പോകുന്നവർ പനിയും ജലദോഷമൊക്കെ പിടിച്ച് മരിക്കുന്ന ഒരവസ്ഥ വരുമ്പം ഇത് കാണുന്ന ആൾക്കാർ പിന്നീട് മഴ പെയ്യുമ്പം മഴ പെയ്തില്ലെങ്കിലും കുടയും കൊണ്ടേ ഇറങ്ങത്തുള്ളൂ. മനുഷ്യന്റെ രക്ഷ ഇമ്പോർട്ടന്റ് അല്ലേ, നിലനിൽപ്പ്. അത് തീർച്ചയായിട്ടും അവർ ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യം. ഈ ഇതിന്റെ മെയിൻ ആസ്ഥാനം ഡൽഹിയിലല്ലേ ലക്ഷ്മിജി? അവിടെ വരുന്ന മാറ്റം അവർ കാണുമല്ലേ? രാവിലെ പാർട്ടി ഓഫീസ് തുറന്ന് നിൽക്കുമ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുവാണ് ഈ രാജ്യത്ത് എന്തൊക്കെയാ നടക്കുന്നത്. 11 വർഷം കൊണ്ട് ലോകത്തിന്റെ 3 രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ അതിൽ എണ്ണപ്പെട്ട ഒരു രാജ്യത്തിലേക്ക് ഭാരതം മാറിക്കഴിഞ്ഞു. അപ്പൊ ഒരു 30 വർഷം ബുദ്ധിയുണ്ടല്ലോ അവർക്ക്. 30 വർഷം കഴിഞ്ഞ് ഇത് എവിടെ ആയിരിക്കും? അപ്പൊ ഈ ഒരു എന്താ പറഞ്ഞ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ഒഴിഞ്ഞ പറമ്പില് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്യുകയും ഒരു സന്യാസിയെ പിടിച്ചതാണ്ട് ഈ സ്റ്റേറ്റ് ഭരിച്ചു, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആക്കിയൊക്കെ ചെയ്യുമ്പോൾ ചില ആശങ്കയും വരുമല്ലോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഭാവി ചിലപ്പോൾ ഒരു സന്യാസി പരശുരാമനാൽ രൂപപ്പെട്ട കേരളം, ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമിയുടെയും ശങ്കരാചാര്യർക്കൊക്കെ ജന്മം നൽകിയ കേരളത്തിലെ ഒരു സന്യാസി വരൻ ഭാവിയിൽ മുഖ്യമന്ത്രി ആകത്തില്ലെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. ചിലപ്പം വരും. ചിലപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ നടന്ന ഒരാളായിരിക്കും നാളെ ചിലപ്പം സന്യാസമൊക്കെ സ്വീകരിച്ച് ഈ ഭാഗത്തേക്ക് കൺവെർട്ട് ചെയ്യാൻ സാധ്യത വരുന്നത്. കാര്യം പലരും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇപ്പൊ ചെറിയൊരു ഭക്തനായ വിശ്വാസിയായിരുന്നല്ലോ യോഗി ആദിത്യനാഥ്. അദ്ദേഹം പാർലമെന്റ് അംഗമായി ഒരു സുപ്രഭാതത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയായിട്ട് മാറിയത്. ഇന്ന് ലോകം അറിയപ്പെടുന്ന സന്യാസി മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരാള് ലോകത്ത് ആദിത്യനാഥ. പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെട്ടു. നമ്മൾ ഈ സന്യാസിമാരെന്നൊക്കെ പറയുമ്പം പാവം പിടിച്ചവര്, പച്ചക്കറി കഴിക്കുന്നവര്, മോരും വെള്ളം കുഴിക്കുന്നവരാ ധരിച്ചേക്കുന്നത്. പക്ഷെ നല്ല രീതിയിലാണ് അവിടെ പോലീസിനെ പുള്ളി നിയന്ത്രിക്കുന്നത്. ഗുണ്ടകളെല്ലാം ഒഴിഞ്ഞുപോയി. ഒരു തരത്തിലുള്ള സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളും അവിടെ അരങ്ങേറുന്നില്ല. ഇപ്പം ജാതി സംഘടനയ്ക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള തീരുമാനമാണ് അവിടെ എടുത്തെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന മാധ്യമത്തിലൂടെ. അപ്പം വരും കാലത്ത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് ഇതിനൊക്കെ കണ്ടാൽ അവർ ഗുരുവായൂരും പോകുന്നു. നമ്മുടെ യേശുദാസ് പാടിയിട്ടില്ലേ, ഒരു ദിവസം ഞാൻ പോകും ഗോപകുമാരനെ കാണും. ഈ പാട്ടൊക്കെ കാലാതീതമാണ്. നമ്മള് ഭക്തര് മാത്രമല്ല, നാളെ ഭക്തരായിട്ട് വരാൻ പോകുന്നവർക്കൂടെ പാടാൻ വേണ്ടി അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ അവരെ കളിയാക്കാനും അവരെ ചെറുതാക്കാനും നിൽക്കരുത്. അതാണ് ആൾക്കാർക്ക് സഹിക്കാൻ വയ്യാത്ത വരുന്നത്. അതുകൊണ്ടാണ് പലരും ഇത് പ്രകടിപ്പിക്കാത്തത്. ഒരു ചമ്മലുണ്ടല്ലോ, എല്ലാവർക്കും ഒരു ചമ്മലുണ്ടല്ലോ.
മനസ്സിലായി? വിനോജി ഒരു കാര്യം, അതായത് ആ തിരി ഇരിക്കുന്നിടത്താണോ അല്ലെങ്കിൽ ആ തിരി കൊളുത്തുന്നിടത്താണോ നിങ്ങളുടെ കണ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ആള് നാളെ ഗുരുവായൂരപ്പൻ സംഗമം നടത്താൻ സാധ്യതയുണ്ടോ? ഗുരുവായൂർ പോയി നിന്നാണ് ചോദിച്ചത് നിങ്ങളുടെ അല്ല, കൃഷ്ണൻ തീർച്ചയായിട്ടും. ഇരിക്കുന്നത്. അല്ല, അവരത് അന്നേരം ചോദിച്ചാലും ഉണ്ടല്ലോ, വീട്ടിൽ വന്ന് പിന്നീട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ടി വിയിലൂടെ കണ്ട പോലെ ആയിരിക്കത്തില്ലോ മേലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ. കാര്യം ഈ പല വിശ്വാസങ്ങളും പറയുന്നുണ്ടല്ലോ, കല്ലിനെ ബിംബത്തെ ആരാധിക്കില്ലെന്ന്. വലിയ ചർച്ചയാണ്. അപ്പം എന്നോടും പലരും ചർച്ച, ബിംബത്തെ ആരാധിക്കാൻ പാടില്ല, അത് നല്ല വിശ്വാസമല്ലേ? ഭാരതത്തിന് ബിംബത്തെ ആരാധിക്കുന്ന അതിൻ്റെ ഒരു പോരായ്മയില്ലേ? അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ അവർ പറഞ്ഞത്, ഈ നിർജീവമായ വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ. പക്ഷെ ഭാരതത്തിന്റെ ദർശനങ്ങൾക്ക് നിർജീവമായ വസ്തുക്കൾക്ക് പ്രാണൻ കൊടുക്കാൻ കഴിവുള്ളതാണ്. അതാണ് ഭാരതത്തിന്റെ സനാതന നിയമത്തിന്റെ പ്രത്യേകത. അതാണ് സനാതന നിയമവും സനാതന വിശ്വാസവും അതിന് പുറത്തുള്ള വിശ്വാസങ്ങളും തമ്മിൽ ഉള്ള പ്രത്യേകത. ജീവനോടെ വന്നതിനെ നിലനിർത്താനേ അവർക്ക് പറ്റൂ. ജീവനില്ലാത്ത ഒരു വസ്തുവിനെ പ്രാണം നൽകി ജീവനുള്ളതായിട്ട് തീർക്കാൻ ഉള്ള സിദ്ധാന്തമില്ലെന്ന്. അത് സിദ്ധാന്തത്തിന്റെ പരിമിതിയാ, ദർശനത്തിന്റെ പരിമിതിയാ. ആ പരിമിതി ഉണ്ട്. അത് അവർ പറയുന്ന യാഥാർത്ഥ്യം. അവർക്ക് അതിനുള്ള മെക്കാനിസം അറിയത്തില്ല. ഇപ്പൊ കിഴക്കമ്പല കിടക്കുന്ന ആൾക്കാരോട് കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളം കളിയിലെ തുഴഞ്ഞ് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവർ പേടിക്കും. എങ്ങനെ പറ്റും? ഈ വള്ളം മുങ്ങോ, വെള്ളത്തിൽ ഇപ്പൊ എന്ത് ചെയ്തെന്ന് ചിന്തിക്കും. കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നമല്ല. അവര് തുഴഞ്ഞ് നല്ല രീതിയിൽ അവര് ട്രോഫി എടുക്കും. അപ്പം അതൊരു അറിവിന്റെ പ്രശ്നങ്ങളാണ്. അല്ല, അതുപോലെ ഇപ്പം ഭാരതീയ ദർശനം എന്ന് പറയുന്ന ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് നിനക്ക് ഇതാ മുംബൈയിലെ ഒരു ഏറ്റവും വില കൂടിയ ഒരു സ്ഥലത്തെ ഫ്ലാറ്റിന്റെ പ്രമാണമാണെന്ന് പറഞ്ഞാൽ അവർക്കത് ആ കുഞ്ഞിന് ഒരു വില ഉണ്ടാവില്ല അത് വാങ്ങിക്കുമ്പോ. അതുപോലെയാണ് ഭാരതീയ ദർശനങ്ങളെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥയെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അല്ല, ലക്ഷ്മിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഈ അവരെയൊക്കെ ആക്ഷേപിച്ചു, പക്ഷെ ഈ ഭാരതീയ ദർശനങ്ങളെ അവർ പഠിപ്പിക്കുന്നുണ്ട്. എവിടാന്നറിയോ? ഇവരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് ഇവർ ജർമ്മനിയിലേക്ക് വിടും. അപ്പൊ ജർമ്മനി ചെല്ലുമ്പോൾ അവിടുത്തെ കോളേജില് രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്നത് ലളിതാ സഹസ്രനാമമാണ്. അവിടെ പഠിക്കുന്നുണ്ട്. അവർ ഇവിടെ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങളെപ്പോൾ ആൾക്കാർ ഇരിക്കുമല്ലേ, അവരുടെ മക്കളെ പഠിക്കുമ്പോൾ നിങ്ങൾ വെറുതെ വിടുമോ? ഇതുപോലെ ആക്ഷേപിക്കും, പരിഹസിക്കും. ഒരു ജർമ്മനിയിലും UK-ലും ഒക്കെ വിട്ട് ഇത് നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. ജർമ്മനി നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് സംസ്കൃതത്തിലുള്ള ഒരുപാട് വേർഡ്സുകൾ കാണാൻ സാധിക്കും. അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മാറ്റം എല്ലായിടത്തും ഉണ്ടായല്ലേ പറ്റൂ. അപ്പൊ അത് നമ്മുടെ കേരളത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ മാറ്റം സ്വീകരിച്ച് വരുന്ന ആൾക്കാരെ നിങ്ങൾ നാറ്റിക്കല്ലേ, അതെനിക്ക് പറയാനുള്ളത്. ഗുണപരമായ പരിവർത്തനം വരുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യണം. ഇല്ല അവരെ എന്ത് ചെയ്യും? വിനോജി, ഇപ്പൊ എനിക്ക് ഒരുപാട് സംശയങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ സിമ്പതി, വളരെ സഹതാപം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ കളിയാക്കുന്നത് കുറച്ച് നിർത്തി. കാരണം നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നത്.